എൻസൈക്ലോബിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡുവിന്റെ വിതരണം ജനുവരി മാസത്തിൽ എത്തുവാൻ പോകുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് കേരളത്തിൽ നിലവിലെ കഴിഞ്ഞ ഗഡു വരെ ലഭിച്ച ലക്ഷക്കണക്കിന് പേർക്ക് ഇവിടുത്തെ ഭൂമി റെക്കോർഡുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യം കൊണ്ട് കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്നുള്ള വാർത്തകൾ വരുന്നത്. കേരളത്തിൽ 30 ലക്ഷത്തിനടുത്ത് കർഷകർക്ക് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്ക് പ്രകാരം പുറത്തുവരുന്നത്. പദ്ധതി ആരംഭിച്ചപ്പോൾ ആനുകൂല്യത്തിനായിട്ട് PM കിസാൻ പോർട്ടലിലേക്ക് ഓൺലൈനായിട്ട് നേരിട്ട് അപേക്ഷ നൽകിയാൽ മതിയായിരുന്നു. എങ്കിലും പിന്നീട് കർഷകരുടെ ആധികാരികത ഉറപ്പാക്കുവാൻ സംസ്ഥാനങ്ങളിലെ കൃഷി വകുപ്പുകൾക്ക് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ കതിർ എന്ന പേരുള്ള ഓൺലൈൻ സംവിധാനമാണ് സംസ്ഥാന സർക്കാർ ഇതിനായിട്ട് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ പ്രധാനമായിട്ടും കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളും ബാങ്ക് ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യുക മാത്രമാണ് കതിർ ആപ്പ് മുഖേന സംസ്ഥാന കൃഷി വകുപ്പ് പ്രധാനമായിട്ടും ചെയ്തിരുന്നത്. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുവാൻ 2025 അഗ്രി സ്റ്റാക്ക് ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്യുമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പും തീരുമാനിച്ചിരുന്നു. അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുമ്പോൾ ലഭിക്കുന്ന കർഷക ID കിസാൻ നിധി ആനുകൂല്യത്തിന് ആവശ്യമായിട്ട് വരുന്നതാണ്. 2019 നിലവിൽ വന്ന പദ്ധതി ആയതിനാൽ തന്നെ കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷ നൽകുമ്പോൾ 2018-19 സാമ്പത്തിക വർഷത്തെ കരമടച്ച രസീത് അന്നും ഇന്നും നിർബന്ധമാണ്. ഒരു കുടുംബത്തിലെ ഒരംഗത്തിനാണ് കിസാൻ നിധി ആനുകൂല്യം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പദ്ധതി ആനുകൂല്യം ലഭിക്കുവാൻ ആളുകൾ ഭൂമി ഭാഗം വച്ച് സർക്കാരിനെ കബളിപ്പിക്കുവാൻ സാധ്യത ഉണ്ടെന്നതിനാലാണ് ഈ നിബന്ധന കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഭൂവുടമ മരണപ്പെട്ടാൽ ഭാര്യയുടെ അടക്കം പേരിലെടുക്കുന്ന നികുതി രസീത് ഉണ്ടായാൽ ആനുകൂല്യം നൽകാമെന്ന് കേന്ദ്രം വ്യവസ്ഥ ചെയ്തിരുന്നു. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷൻ പക്ഷേ ഇത്തരം നികുതി രസീതുകൾ അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ കിസാൻ സമ്മാൻ നിധിയിലെ ഗുണഭോക്താക്കൾ വർഷാവർഷം ചെയ്യേണ്ടുന്ന ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ ഭൂ ഉടമ മരണപ്പെട്ടതിനാൽ ഭാര്യ മുതൽ പേരിലൊടുക്കിയ നികുതി രസീതിൻ്റെ ഇപ്പോഴുള്ളവർക്ക് വർഷം 6000 രൂപ ലഭിച്ചിരുന്ന ആനുകൂല്യം തുടർന്ന് ലഭിക്കാതെ വരുമെന്ന ആശങ്കയാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ ലക്ഷത്തിലധികം കർഷകരുടെ ഇത്തരത്തിൽ കിസാൻ ആനുകൂല്യം തടസ്സപ്പെടുമെന്നാണ് കരുതുന്നത്. ഒന്നിലധികം ആൾക്കാരുടെ പേരുകൾ നിങ്ങളുടെ കരമടിച്ച രസീതിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റവന്യൂ റെക്കോർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ജോയിന്റ് ഭൂമിയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കിസാൻ നിധിയിലുള്ളവർ കിസാൻ കർഷക ID എടുക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. കർഷക ID ഇല്ല എങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന PM കിസാൻ നിധി ആനുകൂല്യം മുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ നിങ്ങളുടെ ഫാർമർ ID അപ്രൂവലാക്കി എടുക്കേണ്ടതാണ്. ഫാർമർ ID റിജക്റ്റ് ആയിട്ടുള്ളവർക്ക് കിസാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങുന്നതാണ്. പ്രധാനമായിട്ടും ഐഡന്റിറ്റിഫയർ, മിസ്മാച്ച് നെയിം എന്നിവ കൊണ്ടൊക്കെയാണ് ഫാർമർ ID റിജക്റ്റ് ആയത് എങ്കിൽ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. എന്നാൽ ജോയിന്റ് ലാൻഡ് അതിൻ്റെ റിജക്ഷന് കാരണമായിട്ട് വരുന്നതെങ്കിൽ നിലവിൽ അതിന് പരിഹാരമില്ല. ഇതുവരെ വിതരണം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ നിങ്ങളുടെ ഈ KYC സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ലാൻഡ് സീഡിംഗ് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും കാരണം കൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അക്കാര്യം പരിഹരിച്ചാൽ 22ാമത്തെ ഗഡുവിനോടൊപ്പം തന്നെ പുതിയ മുടങ്ങിയ ഗഡുക്കൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതുവരെയും കൊടുത്ത ഗഡുത്തുകകൾ മുടങ്ങിയിട്ടില്ലാത്ത കർഷകർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഈ KYC ചെയ്യുവാൻ നിർദ്ദേശം വല്ലതും വന്നിട്ടുണ്ടോ എന്നും സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ജനുവരി മാസത്തിലാണ് അടുത്ത ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. കിസാൻ നിധിയിൽ ഇപ്പോൾ പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അതിന് ഫാർമർ ID നിർബന്ധമാണ്. കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തി വരുന്ന അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.